ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം വാക്യം. കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. പത്രോസിനെ അജപാലകനായിട്ട് നിയമിക്കുന്നതിന് മുൻപ് ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നാമത് ഈശോ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും ചോദിച്ചു, അപ്പോഴും സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ് വളരെ വിഷമത്തോടുകൂടി ഈശോയോട് പറയുക, ഈശോയെ, നിനക്ക് അറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതേ ചോദ്യം ഇന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ ഈശോ എന്നോട് ചോദിക്കുന്നുണ്ട്. മോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വാക്കുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ ദൈവത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങളെ ഞാൻ ഏറ്റെടുക്കും. പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്നേഹമാണ് നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ളത്. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. പത്രോസ് പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ, ദൈവമേ, നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടേ എന്ന്. ആത്മാർത്ഥമായിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്കും പറയാൻ പറ്റും, ദൈവമേ, നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടേ എന്ന്. അത്ര തൻ്റെടത്തോടുകൂടി പറയുവാൻ തക്ക വിധം ജീവിതത്തില് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ സ്നേഹം ആഴമുള്ളതാണെങ്കിൽ, ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്നേഹത്തിനു വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവും ശിഷ്യന്മാരല്ലേ. പത്രോസ് ഉൾപ്പെടെയുള്ള എല്ലാ ശിഷ്യന്മാരും ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോൾ തങ്ങളുടെ ജീവിതം പോലും ആ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് അവർ തയ്യാറായി. അത്രയേറെ ഈശോയെ സ്നേഹിക്കാനായിട്ട് അവർ തയ്യാറായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. ഈശോ എന്നോടും ചോദിക്കുമ്പോൾ പത്രോസിനെ പോലെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റണം, ഈശോയെ, നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന് വേണ്ടി ത്യാഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് എപ്പോഴും അവനോട് ചേർന്നിരുന്ന് അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.